ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സച്ചിയും കുടുംബാംഗങ്ങളും കൂടി മലേഷ്യയിലോട്ട് പോകാൻ പോകുന്ന എപ്പിസോഡാണ് ചെമ്പനീർ പൂവിൽ ഉടനെ വരാൻ പോകുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സച്ചിയും രേവതിയും കൂടി ഒരു പുതിയ മിഷനിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അത് വേറൊന്നുമല്ല, ഈ ശ്രുതി മലേഷ്യയിലെ കോടീശ്വരി തന്നെയാണോ, ശ്രുതിയുടെ ഫ്ലാഷ് ബാക്ക് എന്താണ് എന്നതൊക്കെ കണ്ടുപിടിക്കുകയാണ് നമ്മുടെ സച്ചിയും രേവതിയും കൂടി. ഇതിനവരാദ്യം തിരഞ്ഞെടുക്കുന്നത് ബാമയാണ്. കാരണം ബാമ വഴിയാണല്ലോ ശ്രുതിയുടെ ആലോചന ചന്ദ്രോദയത്തിലോട്ട് വന്നത്. അപ്പോൾ സച്ചി രേവതിയും കൂടി നേരെ ബാമയുടെ വീട്ടിലോട്ട് പോവാണ്. ശ്രുതിനെ എങ്ങനെയാണ് അറിയാവുന്നത്, ശ്രുതിയുടെ അച്ഛൻ അറിയാവോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ബാമയിൽ നിന്ന് അവർ മനസ്സിലാക്കുന്നത് ശ്രുതി അവിടെ ബാമയ്ക്ക് സ്ഥിരമായിട്ട് മസാജ് ചെയ്യാൻ വന്നിരുന്ന ഒരു കുട്ടിയാണെന്നും വളരെ സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ സംസാരിച്ചിരുന്നത് കൊണ്ട് തന്നെ ബാമയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സച്ചിയും രേവതിയും ചോദിക്കുന്നുണ്ട്, അപ്പോൾ ബാമാൻറ്റിക്ക് അങ്ങനെ മാത്രമാണ് പരിചയം, അല്ലാതെ ശ്രുതിയുടെ അച്ഛനെ ആരെയും പരിചയമില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും ബാമ പറയുന്നുണ്ട്, ഹേയ് എനിക്ക് ആരെയും പരിചയമൊന്നുമില്ല, മലേഷ്യയിലെ ആരെയും എനിക്ക് പരിചയമില്ല എന്നൊക്കെ പറയുവാണ്. അപ്പോൾ എങ്ങനെയാ ശ്രുതി മലേഷ്യക്കാരിയാണെന്ന് ബാമാൻറ്റിക്ക് മനസ്സിലായി എന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും ബാമ അതിൻ്റെ ഫ്ലാഷ് ബാക്കൊക്കെ പറയുവാണേ. ഇങ്ങനെ ബാമയ്ക്ക് മസാജ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലാണ് ചന്ദ്ര ഈ ബാമയുടെ വീട്ടിലോട്ട് വരുന്നത്. അങ്ങനെ ചന്ദ്രയ്ക്ക് മസാജ് ചെയ്തെടുത്ത് ചന്ദ്രയായിട്ടും ശ്രുതി കമ്പനിയായി. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ശ്രുതിയുടെ ഫോണിലോട്ടൊരു കോള് വരുന്നത്. ഫോണിലൂടെ ശ്രുതി ഭയങ്കര കരച്ചിലായിരുന്നു എന്നും ചന്ദ്ര എന്താ കരയുന്നതെന്ന് അന്വേഷിച്ചപ്പോഴേക്കും മലേഷ്യയിൽ നിന്നും തൻ്റെ അച്ഛനാണ് വിളിച്ചതെന്നും അദ്ദേഹം അവിടുത്തെ വലിയ കോടീശ്വരനാണെന്നുള്ള കഥകളൊക്കെ ശ്രുതി അപ്പോഴാ പറഞ്ഞതെന്നൊക്കെ ബാമ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും സച്ചിൻ രേവതിയും ഒരു കാര്യം മനസ്സിലാക്കുവാണ്. കാരണം ബാമ ആൻറ്റിക്ക് നേരത്തെ ശ്രുതി മലേഷ്യക്കാരിയാണെന്നൊന്നും അറിയില്ലായിരുന്നു. ചന്ദ്രയെ ശ്രുതി പരിചയപ്പെട്ടതിന് ശേഷം ആണ് ശ്രുതി ഈ മലേഷ്യ എന്നൊരു കഥ ഉണ്ടാക്കിയെടുത്തതെന്ന് അവർക്ക് മനസ്സിലാക്കുവാണ്. പക്ഷെ അത് തെളിയിക്കാൻ അവരുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല, ബാമയുടെ കയ്യിലും തെളിവുകളില്ല. അതുകൊണ്ട് തന്നെ രേവതി നേരെ പോകുന്നത് പിന്നെ മീരയുടെ വീട്ടിലോട്ടാണ്. സച്ചി പറയുന്നുണ്ട്, നീ മീരയുടെ അടുത്ത് പോയിട്ട് ശ്രുതിയെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കണം എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഞാൻ നേരത്തെ അവളുടെ വീട്ടിൽ പൂ കെട്ടാൻ പോയപ്പോൾ തന്നെ ശ്രുതിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, നീ ഇപ്പോൾ പോകുമ്പോൾ വീണ്ടും അതേ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കണം. അന്ന് പറഞ്ഞ ആൻസർ തന്നെയാണ് മീര ഇപ്പോഴും പറയുന്നതെങ്കിൽ പാലരേട്ടത്തി ഒരു മലേഷ്യക്കാരി തന്നെയാണ്, അല്ലെങ്കിൽ പാലരേട്ടത്തി മലേഷ്യക്കാരിയല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി അതനുസരിച്ചിട്ട് നേരെ മീരയുടെ വീട്ടിലോട്ട് പോവാണ്. മീരേനോട് രേവതി അന്ന് ചോദിച്ച ചോദ്യങ്ങളൊക്കെ തന്നെ വീണ്ടും ചോദിക്കുമ്പോൾ മീര കടന്ന് തപ്പിക്കളിക്കുവാണ്. അന്ന് ചോദിച്ചപ്പോഴേക്കും ശ്രുതിയെ ചെറുപ്പം തൊട്ടേ അറിയാമെന്നാണ് മീര പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ചോദിക്കുമ്പോഴേക്കും മീര പറയുന്നത് കോളേജ് ടൈം തൊട്ട് അറിയാവുള്ളൂ എന്നാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അല്ല മീരെ, അന്ന് നിനക്ക് ചെറുപ്പം തൊട്ടേ ശ്രുതി നിന്റെ കൂട്ടുകാരിയാണെന്നല്ലേ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും അത് പെട്ടെന്ന് ഞാൻ മറന്നുപോയി, ഞാൻ വേറൊരു ശ്രുതിയുടെ കാര്യമാണ് പെട്ടെന്ന് ഓർത്തത്, അതാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. രേവതിക്ക് മനസ്സിലാവുന്നുണ്ട് അത് നല്ലൊരു നുണകളാണ്, മീര കടന്ന് തപ്പി കളിക്കുവാണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതുമാത്രമല്ല, പണ്ട് മീര പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രുതിയുടെ ഫാമിലി ആയിട്ട് കാശ്മീരും എല്ലായിടത്തും ഇൻ്റർനാഷണൽ ടൂറൊക്കെ പോയിട്ടുണ്ടെന്ന്. പക്ഷെ ഇപ്പം ചോദിക്കുമ്പോഴേക്കും മീര അതൊക്കെ മറന്ന് തപ്പി കളിക്കുന്നതായിട്ടൊക്കെ കാണിക്കുവാണ്. അതുമാത്രമല്ല, മീരയുടെ അച്ഛനും ശ്രുതിയുടെ ഫാമിലി നാട്ടിൽ വരുമ്പോഴുള്ള പരിചയമാണെന്ന് പറഞ്ഞിരുന്ന മീര ഇപ്പോൾ പറയുന്നത് മീരയുടെ അച്ഛനും ഫോറിനിലാണെന്നൊക്കെയാണ്. അപ്പോൾ രേവതിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ്. മീര പറഞ്ഞതൊക്കെ കള്ളമാണ്, മീര ശ്രുതിയെ പറ്റി ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നതെന്നൊക്കെ തിരിച്ചറിയുവാണ്. കാരണം അന്ന് പറഞ്ഞ അതേ കാര്യങ്ങളെല്ലാം മീര ഇപ്പം പറയുന്നത് കിടന്ന് തപ്പിക്കളിക്കുകയൊക്കെയാണ്. അപ്പോൾ രേവതി അവിടെ നിന്നും പോയിട്ട് സച്ചിയുടെ അടുത്ത് ഈ കാര്യങ്ങൾ പറയുമ്പോഴേക്കും സച്ചിയും രേവതിയും കൂടി ഒരു കാര്യം ഉറപ്പിക്കുവാണ്, ഈ ശ്രുതി മലേഷ്യക്കാരിയല്ല, പറഞ്ഞതൊക്കെ ഒരു കള്ളക്കഥകളാണെന്നുള്ള കാര്യം. പക്ഷെ അപ്പോഴും തെളിയിക്കാൻ തെളിവുകളില്ല. അപ്പോൾ സച്ചിയുടെ ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുവാണ്. സച്ചി എന്ത് ചെയ്യുന്നു വെച്ചാൽ പാസ്പോർട്ടിന് അപേക്ഷിക്കാനുള്ള ഒരുപാട് ഫോമുകളായിട്ട്, അതായത് വീട്ടിലുള്ള എല്ലാവർക്കും അപേക്ഷിക്കാനുള്ള ഫോമുകളായിട്ടൊക്കെ ചന്ദ്രോദയത്തിലോട്ട് വരുവാണ്. വീട്ടിലെല്ലാവരും ഹാളിൽ ഇങ്ങനെ ഒത്തുകൂടിയിരിക്കുന്ന ടൈമിലാണ് സച്ചി ഈ ഫോമൊക്കെ കൊണ്ട് ചെല്ലുന്നത്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താടാ സച്ചി എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇത് പാസ്പോർട്ടിന് അപേക്ഷിക്കാനുള്ള ഫോമാണ്, നിങ്ങളെല്ലാവരും എനിക്കിത് ഫില്ല് ചെയ്ത് തരണം എന്ന് പറയുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, എന്തിനാ സച്ചി ഏട്ടാ ഇത് പാസ്പോർട്ടൊക്കെ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങൾ ഇതുവരെ ഹണിമൂണിനൊന്നും പോയിട്ടില്ലല്ലോ, അപ്പോൾ ഞങ്ങളൊരു ഹണിമൂൺ ട്രിപ്പ് പോലെ മലേഷ്യയിലോട്ട് പോവാമെന്ന് തീരുമാനിച്ചിരിക്കുക, ഞങ്ങൾ മാത്രമല്ല നമ്മളെല്ലാവരും കൂടി പോവാമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അതിനാണോ ഈ പാസ്പോർട്ട്? ശ്രുതിക്കൊന്നും വേണ്ടി വരില്ലായിരിക്കും പാസ്പോർട്ട്, അവൾ ഓൾറെഡി മലേഷ്യയിൽ നിന്ന് വന്നതല്ലേ എന്ന് പറയുമ്പോൾ ശരിയാണല്ലോ. അപ്പോൾ ശ്രീകാന്തും വർഷയും സുധിയും പറയുന്നുണ്ട്, ഞങ്ങൾക്കും പാസ്പോർട്ട് ഉണ്ട്, ഞങ്ങൾക്കും അപേക്ഷിക്കാനുള്ള ഫോം ഒന്നും വേണ്ട എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്നാൽ അച്ഛനും അമ്മയും ഞാനും രേവതിയും അപേക്ഷിക്കാൻ, നമുക്ക് പാസ്പോർട്ട് ഇല്ലല്ലോ, അച്ഛനിത് ഫില്ല് ചെയ്ത് തരണം എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ, ഹണിമൂണിന് പോകണമെങ്കിൽ നിങ്ങൾ എന്തിനാ ഞങ്ങളെ വിളിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്നാൽ ഹണിമൂണായിട്ട് കൂട്ടണ്ട, ഫാമിലി
ഫാമിലി ട്രിപ്പായിട്ട് കൂട്ടാം, പോകുമ്പോൾ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് തന്നെ മലേഷ്യയിൽ പോകുമെന്ന് പറയുവാണ്. ശ്രുതിക്ക് ഇത് കേൾക്കുമ്പോഴേക്കും ദേഷ്യം വരുവാണ്. ശ്രുതി ഇങ്ങനെ കലിപ്പിൽ നോക്കുന്നുണ്ട്. ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ശ്രുതിക്ക് നേരെ വരുന്ന പണിയാണെന്ന്. പക്ഷെ ഒന്നും മിണ്ടുന്നില്ലേ ശ്രുതി. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എടാ എല്ലാവരും കൂടി പോയാൽ ചിലവ് കൂടുതലായിരിക്കില്ലേ, ഞങ്ങൾ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോ എന്ന് വീണ്ടും പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ മലേഷ്യയിൽ പോയാൽ ചിലവൊന്നും അധികം ആവത്തില്ല എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, അതെന്താ അങ്ങനെ, ടിക്കറ്റിൻ്റെ കാശ് മാത്രം നമ്മൾ നോക്കിയാൽ മതി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അതെന്താ സച്ചിയേട്ടാ എങ്ങനെ, എടാ നിനക്കറിയില്ലേ മലേഷ്യ നമ്മുടെ പാലറേട്ടത്തിയുടെ നാടല്ലേ, അപ്പോൾ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചിലവുകളൊക്കെ അവൾ നോക്കിക്കോളും എന്നൊക്കെ പറയുവാണ്. പാലറേട്ടത്തി അവിടുത്തെ കോടീശ്വരല്ലേ, വലിയ കാട്ട ബംഗ്ലാവും അതുപോലെ തന്നെ ഒരുപാട് കാറുകളൊക്കെ ഉണ്ട്. പാലറേട്ടത്തി നമ്മൾ അവിടെ പോയാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പാലറേട്ടത്തി നോക്കിക്കോളും എന്ന് പറയുമ്പോൾ ചന്ദ്രയുടെ കണ്ണൊക്കെ തള്ളുവാണേ. ശരിയാണല്ലോ, മലേഷ്യ സന്തോഷമാവാണ്, വിദേശയാത്രയൊക്കെ പോകാലോ എന്നൊക്കെ ഓർത്തിട്ട് വർഷ ചോദിക്കുന്നുണ്ട്, അതിന് ശ്രുതി ചേച്ചിയുടെ അച്ഛൻ ജയിലിലല്ലേ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛൻ ജയിലിലായാലും ബംഗ്ലാവും ഗസ്റ്റ് ഹൗസ് ഒക്കെ പുറത്തുണ്ടല്ലോ, നമുക്ക് പോയാൽ അവിടെ താമസിക്കാം, അതൊന്നും ജയിലിലല്ലല്ലോ ഇരിക്കുന്നതെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഇത്രയും നാളെ കേസ് നടത്താനുള്ള കാശുണ്ടെങ്കിൽ സ്വത്ത് എന്തോരം ഉണ്ടാവും പാലറേട്ടത്തിയുടെ അച്ഛൻ്റെ കയ്യിലെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഒരു നോട്ടം നോക്കുവാണേ സച്ചി. ചന്ദ്രക്ക് ഏതാണ്ട് മലേഷ്യയിൽ എത്തിയ പ്രതീതി തന്നെയാണ്, അത്രയ്ക്ക് സന്തോഷമുണ്ട് ചന്ദ്രയുടെ മുഖത്ത്. സച്ചി പറയും, നമ്മൾ മലേഷ്യയിൽ എത്തിയിട്ട് പാലറേട്ടത്തിയുടെ വീട്ടിൽ താമസിക്കും എന്ന് പറയുമ്പോഴേക്കും വർഷം അത് ശരിവെക്കുന്നുണ്ട് കേട്ടോ. ശരിയാണല്ലോ, നമുക്ക് അവിടെ തന്നെ താമസിക്കാം എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, താമസിക്കുന്നത് ശരി, പക്ഷേ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങാൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും ട്രാവൽ ഏജൻസിയെ നോക്കണ്ടേ, വണ്ടി വേണ്ടേ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്തിനാടാ പുറത്തുനിന്ന് വണ്ടി നോക്കുന്നത്, വെറും ഒരു ഡ്രൈവറായ എൻ്റെ അടുത്ത് 2 കാറുണ്ട്, അപ്പോൾ ഇത്രയും കോടീശ്വരനായ പാലറേട്ട അച്ഛൻ്റെ കയ്യിൽ എത്ര കാറുണ്ടാവും, ഒരു 10 കാറെങ്കിലും ഉണ്ടാവില്ലേ, നമുക്ക് അവരുടെ വണ്ടിയിൽ തന്നെ മലേഷ്യയൊക്കെ ചുറ്റി കാണാം എന്നൊക്കെ പറയുവാണ്. ശ്രുതിക്ക് അങ്ങോട്ട് ദേഷ്യം വരുവാണ് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ സച്ചിയേട്ടാന്ന് പറയുമ്പോൾ സച്ചി പറയും, അത്രയും വലിയ ബംഗ്ലാവിൽ ഒരു 10 ജോലിക്കാരെങ്കിലും ഉണ്ടാവത്തില്ലേ, അവർ നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരും രേവതി, നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ശ്രുതിയെ ഇങ്ങനെ നോക്കുവാണ്. ശ്രുതി പറയുന്നുണ്ട്, ശ്രുതിയുടെ അച്ഛൻ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ വേണോ നിനക്ക് മലേഷ്യ ചുറ്റി കറക്കലെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും, എടാ കോടീശ്വരന്മാരൊക്കെ ജയിലിൽ കിടക്കുന്നത് സർവ്വസാധാരണമാണ്, ജയിലിൽ കിടക്കാത്ത ഏത് കോടീശ്വരനാണ് ഉള്ളത്, അത് മാത്രമല്ല അദ്ദേഹം ജയിലിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വത്തൊക്കെ പുറത്ത് അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുമല്ലേ, പിന്നെന്താ കുഴപ്പം, പാലറേട്ടത്തി ഞങ്ങൾ എന്തായാലും മലേഷ്യയിലോട്ട് പോകാൻ തീരുമാനിച്ചു, അപ്പോൾ പിന്നെ നമ്മൾ അവിടെ പോയിട്ട് പുറത്ത് ഏതെങ്കിലും ഹോട്ടലിൽ താമസിച്ചാൽ അതിൻ്റെ നാണക്കേട് പാലറേട്ടത്തിക്കല്ലേ, പാലറേട്ടത്തി അതിന് സമ്മതിക്കുമോ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ഒന്നും മിണ്ടാതെ എന്ത് പറയണം എന്ന് ആലോചിക്കുവാണേ. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ അവിടെ വന്ന് പാലറേട്ടത്തിയുടെ വീട്ടിൽ താമസിക്കുന്നതിൽ പാലറേട്ടത്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അത് സന്തോഷമുള്ള കാര്യമല്ലേ, നിങ്ങൾക്ക് അത്രയും വീടും ബംഗ്ലാവൊക്കെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ പുറത്ത് എവിടെയെങ്കിലും പോയി താമസിക്കുന്നത്, ഇല്ലേ പാലറേട്ടത്തി നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരില്ലേ മലേഷ്യയിലെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുവാണേ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഇതൊന്നും എൻ്റെ മോള് ചെയ്തു തരില്ല, പക്ഷെ ഞാൻ പറഞ്ഞാൽ ചെയ്തു തരും ഇല്ലേ ശ്രുതി എന്ന് ഭയങ്കര സന്തോഷത്തിൽ ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും ശ്രുതി ആ ആൻറ്റി എന്നൊക്കെ പറയുന്നുണ്ട് ഇത്തിരി ഭയത്തോടെ. അപ്പോൾ സച്ചി പറയും, കണ്ടു വച്ചാ അതാ നമുക്ക് എല്ലാവർക്കും കൂടി മലേഷ്യയിൽ പോകാമെന്ന് പറയുന്നത്, അവിടെ പോയി കഴിഞ്ഞാൽ അച്ഛനെ പാലറേട്ടത്തിയുടെ അച്ഛനെയും കാണാമല്ലോ, നമുക്ക് ജയിലിൽ പോയി അദ്ദേഹത്തെയൊക്കെ കാണാമെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എടാ സച്ചി അതൊക്കെ അങ്ങനെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറയുമ്പോൾ സച്ചി പറയും, എന്ത് ബുദ്ധിമുട്ട്, ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആരെങ്കിലും കിടക്കുമ്പോൾ നമ്മൾ പോയി കാണില്ലേ, അതുപോലെ തന്നെയാണ് ജയിലിൽ കിടക്കുമ്പോൾ കാണാൻ പോകുന്നതും, അത് മാത്രമല്ല പാലറേട്ടത്തിയുടെ 2ആനമ്മയും അവിടെ ഇല്ലേന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. 2ആനമ്മയോ, ആ അച്ഛാ അന്ന് ഇളയച്ചൻ വന്ന് പറഞ്ഞില്ലേ പാലറേട്ടത്തിയുടെ അച്ഛൻ 2ാമത് കിട്ടിയെന്ന്, അവരും അവിടെ തന്നെയല്ലേ താമസിക്കുന്നത്, നമുക്ക് അവരെയും കാണാന്നൊക്കെ സച്ചി പറയുവാണ്. രവീന്ദ്രൻ അപ്പോഴും ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അവർ പറയുന്നത് കേക്ക്, നമുക്ക് മലേഷ്യയിലോട്ട് പോയിട്ട് വരാം, ശ്രുതിയുടെ നാടല്ലേ, അതൊക്കെ അങ്ങനെ കണ്ട് അവളുടെ വീടൊക്കെ കണ്ടിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര സന്തോഷിക്കുവാണ്. അപ്പോൾ സച്ചി പറയും, കണ്ടോ അമ്മ വരെ സമ്മതിച്ചു, അച്ഛനും ഫോറിൻ ട്രിപ്പൊന്നും പോയിട്ടില്ലല്ലോ, നമുക്ക് പോയിട്ട് വരാം, ഈ ഫോം 2 പേരും ഫില്ല് ചെയ്തതാ, നമ്മൾ എന്തായാലും എല്ലാവരും കൂടി മലേഷ്യയിൽ പോകുന്നു, അടിച്ചു പൊളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സച്ചി ആഘോഷിക്കുവാണ്. ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷനിലാണ്, ഈശ്വര ഇവരെങ്ങനെ മലേഷ്യയിൽ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ കള്ളക്കളികൾ മൊത്തം പൊളിയും, എനിക്ക് അവിടുത്തെ ഒരു സ്ഥലം പോലും അറിയില്ലല്ലോ, പിന്നെ ഞാൻ ഇവരെ എവിടെ കൊണ്ടുപോകും, എവിടെ കൊണ്ടുപോയി താമസിക്കും, ഏത് ബംഗ്ലാവ് കാണിക്കും എന്നൊക്കെ ആലോചിച്ച് ശ്രുതി ഇങ്ങനെ ടെൻഷൻ അടിക്കുവാണ്.
കുറച്ച് കഴിയുമ്പോഴേക്കും രേവതി സച്ചിനോട് ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ നമ്മുടെ ഈ മലേഷ്യ പോക്കൊക്കെ എന്ത് ചിലവുള്ള കാര്യമാണ്, നമ്മുടെ കയ്യിൽ അത്രയും കാശുണ്ടോ, ഹുണ്ടിയയിൽ ഇപ്പോഴല്ലേ കാശൊക്കെ ആവുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എൻ്റെ രേവതി പാലരട്ടത്തിലെ കള്ളത്തരം നമ്മൾ എന്തായാലും കണ്ടുപിടിച്ചിരിക്കും. അമ്മ മലേഷ്യയിൽ പോകുന്ന സന്തോഷത്തില പാലരട്ടത്തിൽ ഇത് ഓരോ കാരണങ്ങൾ പറഞ്ഞ് മുടക്കാൻ നോക്കിയാലും അമ്മ സമ്മതിക്കില്ല. കാരണം അമ്മ ഇപ്പോൾ ഒരു സ്വപ്ന ലോകത്താണ്. എന്തായാലും നമ്മൾ അവിടെ പോകും, പാലരട്ടത്തിലെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കും, ഇതിൻ്റെ പിറകിൽ മലേഷ്യക്കാരിയാണോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ഇതിലൂടെ കണ്ടുപിടിക്കും. രേവതി നോക്കിക്കോ, പാലറേട്ടത്തിൽ തന്നെ അതിനുള്ള വഴികൾ നമുക്ക് കാണിച്ചു തരും, നമുക്ക് ഇതിലൂടെ മനസ്സിലാവും രേവതി എന്നൊക്കെ ഉറപ്പിച്ചിരിക്കുകയാണ് സച്ചി. അങ്ങനെ മലേഷ്യയിൽ പോകാനുള്ള സ്വപ്ന ലോകത്താണ് ചന്ദ്രയും കുടുംബാംഗങ്ങളും ഒക്കെ. സച്ചിയും രേവതിയും എല്ലാവരും മലേഷ്യയിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ്. നമ്മുടെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് പാസ്പോർട്ട് ഓഫീസിൽ കൊണ്ടേ കൊടുക്കുന്നുണ്ട്. പാസ്പോർട്ട് വെരിഫിക്കേഷന് പോലീസുകാരൊക്കെ വീട്ടിലോട്ട് വരുന്നൊക്കെയുണ്ട്. ഇതൊക്കെയാണ് ഉടനെ വരുന്ന എപ്പിസോഡുകൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.